ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. ഗ്രഹങ്ങളുടെ സേനാപതി എന്ന് വിശേഷിപ്പിക്കുന്ന ചൊവ്വ മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചതിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത വിജയങ്ങളും ലഭ്യമാകുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതി അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ജ്യോതിഷത്തിൽ ചൊവ്വ അഥവാ കുജനെ ധൈര്യം, ഊർജം, ആത്മവിശ്വാസം, പ്രവർത്തനശേഷി, ഭൂമി, സ്വത്ത്, സൈനിക പോലീസ് സേവനം, എഞ്ചിനീയറിംഗ്, യന്ത്രങ്ങൾ എന്നിവയുടെയൊക്കെ കാരകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ഇടവം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ചൊവ്വ 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാത്രി 10:51 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. 2026 സെപ്റ്റംബർ 22 വരെ ചൊവ്വ മിഥുനം രാശിയിൽ തുടരുന്നതായിരിക്കും. മിഥുനം രാശി എന്ന് പറയുന്നത് ബുധൻ്റെ ക്ഷേത്രമാണ്. മാത്രവുമല്ല ചൊവ്വയുടെ ശത്രുക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു രാശിമാറ്റം എല്ലാ വ്യക്തികളെയും പല വിധത്തിൽ സ്വാധീനിക്കുമെങ്കിലും ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങളായിരിക്കും ലഭ്യമാവുക. അപ്രതീക്ഷിതമായി ധനം കൈകളിലെത്തും. പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കും. ധൈര്യത്തോടുകൂടെയും ഊർജത്തോടുകൂടെയും പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ഇപ്രകാരം ചൊവ്വയുടെ അനുഗ്രഹത്തിലൂടെ രാജയോഗ തുല്യമായ ജീവിതം ലഭ്യമാകുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റത്തിലൂടെ ധാരാളം ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 3-ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈ സമയം ധൈര്യം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും അതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തുടങ്ങാൻ സാധിക്കും. നിലവിൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനും അതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭ്യമാകും. തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒക്കെ യാത്രകൾ വേണ്ടി വന്നേക്കാം. അവയൊക്കെ തന്നെ ഗുണകരമായി തീരും. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവ നടന്നു കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ നടക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങൾ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്വത്ത് തർക്കങ്ങളോ മറ്റെന്തെങ്കിലും കലഹങ്ങളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ലഭ്യമാകും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ പാദം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റത്തിലൂടെ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 11-ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. കുറേ നാളുകളായി എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണയോടുകൂടി പല വിധത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനും അതിലേക്ക് മികച്ച വിജയങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. തൊഴിൽ മേഖലകളിൽ സഹപ്രവർത്തകരുടെ പിന്തുണകളും ലഭ്യമാകുന്നതാണ്. ബിസിനസ് മേഖലകളിലാണെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ്സിലൂടെയൊക്കെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ കുറേയായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും. ഭൂമി സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിലും അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അംഗീകാരങ്ങൾ വന്നു ചേരും. പുതിയതായി അത്തരം മേഖലയിലേക്ക് കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭ്യമാകും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ്.
തുലാം കൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ 45 നാഴിക ചേർന്ന തുലാം കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ അനുഗ്രഹത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. കാരണം നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഏറ്റെടുക്കുന്ന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും. പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടി വരും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലാണെങ്കിലും പ്രശംസകളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കും. സ്ഥലം മാറ്റത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ നടന്നു കിട്ടും. പോലീസ്, സൈനികം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത്തരം കരിയറിലേക്ക് കടക്കാനും സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവ മാറിക്കിട്ടും. ഭൂമി വാങ്ങുന്നതിനും നിലവിലുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണം നടത്തുന്നതിനുമൊക്കെ സാധിക്കുന്നതാണ്. പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാനും സാധ്യമാകും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭിക്കും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും. നിലവിൽ കടബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ദീർഘദൂര യാത്രകൾ വന്നു ചേരും. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറയുന്നതാണ്. മകരക്കൂറ് ഉത്രാടം അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. കാരണം നിങ്ങളുടെ രാശിയുടെ 6ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈ സമയം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ധൈര്യപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. മാത്രവുമല്ല, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ വന്നാലും അവയൊക്കെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും വന്നു ചേരുന്നതാണ്. സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. നിലവിൽ വസ്തു സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ഭൂമി പുതിയതായി വാങ്ങുന്നതിനോ നിലവിലുള്ളവ ക്രയവിക്രയത്തിനായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും. വാഹനം വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവ വാങ്ങാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. PSC എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ കലഹങ്ങളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യവും സമാധാനവും നിറയുന്നതാണ്. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ 45 നാഴിക ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ അനുഗ്രഹത്തിലൂടെ മികച്ച നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. കാരണം നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മികച്ച വിജയങ്ങൾ ലഭിക്കും. PSC എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ, പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിലേക്ക് കടക്കാൻ സാധ്യമാകും. ധനം അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. കുറച്ചുകൂടി ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധിക്കും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും. ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും ലഭിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. കുടുംബവുമൊത്ത് ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കുന്നതാണ്. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. ക്ഷേത്ര ദർശനം നടത്തി ചൊവ്വയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ചൊവ്വ മന്ത്രങ്ങളും സുബ്രഹ്മണ്യ സ്വാമി മന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ്.
എല്ലാ നാളുകാർക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. ജ്യോതിഷപരമായ ധാരാളം വീഡിയോകൾ ഇതുപോലെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവയൊന്നും കാണാത്തവർ അതും കൂടെ കാണണേ. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നന്ദി, നമസ്കാരം.